ഹായ് ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. ഇപ്പം 10ാം ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ ഇനി 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുറേ GCC സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ പാരൻസിന് പലപ്പോഴും ഉണ്ടാവുന്ന കുറേ അധികം ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതായത് +2 എവിടെയാണ് പഠിക്കേണ്ടത്, GCCയിൽ തന്നെ പഠിക്കണോ അതോ കേരളത്തിൽ പഠിക്കണോ അതോ ദാസ, CIWG, അതുപോലെ തന്നെ ജോസ, ഈ കോട്ടകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡും ഓൺലൈൻ തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, മാത്തമാറ്റിക്സിൽ തന്നെ ബേസിക് വേണോ സ്റ്റാൻഡേർഡ് വേണോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ പലപ്പോഴും ആയിട്ട് ചോദിക്കാറുണ്ട്. അതിനുള്ള വ്യക്തമായിട്ടുള്ളൊരു ആൻസർ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യനിലെല്ലാം ആൻസർ ചെയ്യുന്നത് നമ്മൾ ഷഫീർ സാറാണ്. ഷഫീർ സാർ എക്സ് ആൻഡ് വൈയുടെ ജെയുടെ ഹെഡാണ്. സോ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ഷഫീർ സാർ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, GCC പാരൻസിന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. സോ ഷഫീർ സാർ, ഇപ്പോൾ GCCയിൽ ഇപ്പം കറൻ്റ്ലി സിറ്റുവേഷൻ അറിയാലോ. അപ്പോൾ +1 +2 അവർ എവിടെയാണ്, GCCയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണോ അതോ GCCയിൽ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പഠിക്കുന്നതാണോ നല്ലത്? ഇതിലിപ്പോൾ നമുക്ക് 10th ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുടെ പാരൻസ്, GCCയിൽ 10th കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുടെ പാരൻസിൻ്റെ മുന്നിലുള്ള വലിയൊരു പ്രശ്നമാണ് +1 +2 നമ്മൾ നാട്ടിൽ പോയി പഠിക്കണോ അതോ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ +2 കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളുടെ ഒരു എയിം എന്താണ് എന്നുള്ളത് നോക്കിയിട്ടാണ്. കാരണം കുട്ടികൾ എയിം ചെയ്യുന്നത് ഇന്ത്യയിലെ എൻട്രൻസ് എക്സാമുകളായിട്ടുള്ള JEE, NEET, CUET ഒക്കെ എഴുതിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമുകളാണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്ലാനുകളുള്ള ആളുകളൊക്കെ മേ ബി നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച് ഇവിടെ വന്നുകൊണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ബിക്കോസ് അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. അതിൽ തന്നെ നമ്മളൊന്നും കൂടെ, ഇനി അതല്ല കുട്ടികളുടെ എയിം +2 ഒരു CBSEയുടെ ബോർഡ് എക്സാം എഴുതിക്കൊണ്ട് ഒരു ഡീസൻറ്റ് മാർക്കൊക്കെ വാങ്ങി മറ്റെന്തെങ്കിലും പ്ലാനുകളാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് ചിലപ്പം വരേണ്ട ആവശ്യമില്ല. GCCയിൽ തന്നെ +1 +2 കണ്ടിന്യൂ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത് GCCയിലെ +1 +2ലെ സ്കൂളിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി കുറവാണ് എന്നാണ് പാരൻസിൻ്റെ എല്ലാം ഫീഡ്ബാക്ക് പറയാറുള്ളത്. എസ്പെഷ്യലി ഫിസിക്സിലെയും മാത്തമാറ്റിക്സിലൊക്കെ അത്രയും ഡെപ്തിൽ ഇറങ്ങുന്ന സബ്ജക്റ്റുകളായതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ള ടീച്ചിങ് പലപ്പോഴും കുട്ടികൾക്ക് അവിടുന്ന് കിട്ടാറില്ല. ഇതാണ് നമ്മൾ അതിൽ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അതിൽ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, ഇപ്പോൾ NEET, CUET പോലുള്ള എക്സാമുകൾ, കീമൊക്കെ പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നാട്ടിൽ വന്നാൽ കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ബാച്ചുകളിൽ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം എഴുതാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ +1 +2 ബോർഡ് എക്സാം നമുക്കിവിടെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഇതിൽ JEEയിലേക്ക് വരുമ്പോഴാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. കാരണം ബാക്കി ഏത് എക്സാം എടുത്താലും നമ്മൾ GCCയിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കേരളത്തിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ടോ പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ഡിഫറൻസസ് ഒന്നുമില്ല. പക്ഷേ JEEയിലേക്ക് വരുന്ന സമയത്ത് GCCയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആക്ച്വലി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഒരു ഡൗട്ടുകൾ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും വരാറുള്ളത്. ആൻഡ് ഓൾസോ ഈ ഒരു ഡിസിഷൻ വേറെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. കുട്ടികൾക്ക് ആ ഒരു GCC എൻവയോൺമെൻറ്റിൽ നിന്ന് മാറി കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും സബ്ജക്റ്റീവാണ്. അത് മാറ്റി നിർത്തിയാൽ JEEയുടെ കേസിൽ മാത്രമാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുള്ളത്. അവിടെയാണ് മേ ബി ആ രണ്ടാമത്തെ ഒരു ഡൗട്ടിനുള്ള പ്രസക്തി വരുന്നത്. യെസ്. ഇനി പലപ്പോഴും പാരൻസിനുള്ള വേറെ ഡൗട്ടാണ്, എന്താണ് ദാസ, ജോസ, CIWG ഇതൊക്കെ എന്താണെന്നുള്ളത്. അതെ, അവിടെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ബാക്കി ശരിക്കും അതിലേക്കാണ് വരുന്നത്. അപ്പോൾ JEEയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യയിൽ ജോസ കൗൺസിലിംഗ് വഴിയാണ് JEEയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും അഡ്മിഷൻ സെൻട്രലൈസ്ഡ് പ്രോസസ്സാണ്. IITs, IIITs, NITs എല്ലാം അതിൽ തന്നെയാണ് വരിക. എന്നാൽ നമ്മുടെ GCCയിൽ എന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെല്ലാം പഠിക്കുന്ന ഇന്ത്യൻ ഒറിജിനുള്ള കുട്ടികൾക്കും ഈവൻ ഫോറിൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്കടക്കം NITസിലും IIITസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂപ്പർ ന്യൂമററി റിസർവേഷൻ അവൈലബിൾ ആണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുറം രാജ്യങ്ങളിൽ +1 +2 പഠിക്കുന്ന കുട്ടികളായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ പഠനം നിങ്ങൾ GCCയിലാണ് +1 +2 പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ കൂടെ ജോസ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നോർമൽ അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാം. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൂടാതെ ഈ പറയുന്ന ഒരു 15% എക്സ്ട്രാ സീറ്റുകൾ NITകളിലും IIITകളിലും ഗൾഫിൽ +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പേരാണ് ദാസ കോട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ദാസ കോട്ട വഴി ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ എളുപ്പത്തിൽ +1 +2 GCCയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് NIT, IIITയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അതിൽ തന്നെ ഗൾഫിൽ പഠിക്കുന്ന, ഇപ്പോൾ ഈ ദാസ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലുമുള്ള ആളുകൾക്കുള്ള കോട്ടയാണ്. അതിൽ ഈ ഗൾഫ് കൺട്രീസിൽ പഠിക്കുന്ന, അവിടെ വർക്ക് ചെയ്യുന്ന പാരൻസിൻ്റെ മക്കൾ അവിടെ തന്നെ +1 +2 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പേ ചെയ്യുന്ന അതേ ഫീസ് അടച്ചുകൊണ്ട്
എന്ത് ചെയ്യാൻ പറ്റും, NIT-കളിലും IIIT-കളിലും അഡ്മിഷൻ നേടാൻ പറ്റും. അതാണ് ദാസയുടെ ഒരു സബ് കാറ്റഗറിയാണ് CIWG എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ലാതെ വേറെ രാജ്യങ്ങളിൽ പഠിക്കുന്ന ഇന്ത്യൻ പാരൻസിൻ്റെ മക്കൾക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ദാസ കോട്ട അവെയിൽ ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിന് JEE മെയിൻ ആണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഗൾഫിൽ ഇരുന്നു കൊണ്ട് +1 +2 പഠിച്ചാൽ ദാസ കോട്ട ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് കയ്യിലുണ്ടാകും. ജോസ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 25,000 വേണ്ട ഒരു NIT സീറ്റിന് ഗൾഫിൽ +1 +2 പഠിക്കുന്ന കുട്ടിക്ക് CIWG വഴി ചിലപ്പോൾ ഒരു 1.5 ലക്ഷം 2 ലക്ഷം ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിൽ അതേ സീറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മുടെ ചാനലിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ദാസ CIWG കോട്ട എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകളുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, കണ്ടു നോക്കാം. ഇനി JEE അഡ്വാൻസ്ഡ് വഴി IIT തന്നെ ലക്ഷ്യം വെക്കുന്ന ഒരാൾക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബെസ്റ്റ് കുട്ടികളുടെ കൂടെ പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതൊരിക്കലും എന്ത് ചെയ്യില്ല, GCCയിലെ സ്കൂളുകളോ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിനോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതാണ് മൊത്തത്തിൽ +1 +2 കുറിച്ച് 10 കഴിഞ്ഞ കുട്ടികളും ഇനിയിപ്പോൾ 10 സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുടെ പാരൻസും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി പലപ്പോഴും സ്റ്റുഡൻസിന് അടുത്തുനിന്ന് വരുന്ന മേജർ ആയിട്ടുള്ള കാര്യമാണ് മാത്തമാറ്റിക്സിൽ ബേസിക്സ് എടുക്കണോ അതോ സ്റ്റാൻഡേർഡ് ലെവലാണോ എടുക്കേണ്ടത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പോൾ 10th കംപ്ലീറ്റ് ചെയ്ത് പലരും 10th സ്റ്റാർട്ട് ചെയ്യുന്ന പാരൻസും കുട്ടികളും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കാം. നിങ്ങളുടെ ഒരു ലക്ഷ്യം കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. അതായത് നീറ്റോ JEE എന്താണെങ്കിലും ആവട്ടെ. ഇവിടെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ലെങ്കിലും JEE ഇഷ്ടമല്ലെങ്കിലും നീറ്റിന് വരെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് തന്നെ എടുക്കണം. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, 10th കഴിഞ്ഞിട്ട് +1 +2 നമുക്ക് സയൻസ് വിത്ത് മാത്തമാറ്റിക്സ് എടുക്കാൻ CBSEയിൽ വരെ മാത്തമാറ്റിക്സ് ബേസിക് എടുത്ത ആളുകൾക്ക് പെർമിഷൻ ഇല്ലായിരുന്നു. അത് 2025 മെയിൽ അതിന് പുതിയൊരു സർക്കുലർ വന്നു. CBSEയിൽ +1 മാത്സ് എടുത്ത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. പക്ഷേ ഇപ്പോഴും മാത്തമാറ്റിക്സ് ബേസിക് എടുത്ത് 10 ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മുടെ കേരള സിലബസിൻ്റെ സയൻസ് വിത്ത് മാത്തമാറ്റിക്സ് ഓപ്ഷൻ എടുക്കാൻ കഴിയില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിന് നാട്ടിലേക്ക് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്കൊക്കെ ഭാവിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എടുത്തത് മാത്തമാറ്റിക്സ് ബേസിക് ആണെന്നുണ്ടെങ്കിൽ കേരള സിലബസിൽ രൂപത്തിൽ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിലോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലോ ഒന്നും +1 സയൻസ് എടുക്കാൻ കഴിയില്ല. അത് പ്രത്യേകം ഓർക്കുക. രണ്ടാമത്തെ കാരണം, നമ്മൾ വിചാരിക്കും മാത്തമാറ്റിക്സ് ബേസിക് എടുത്താൽ ഈസിയാണ്, എക്സാം പെട്ടെന്ന് മാർക്ക് കിട്ടും, സ്റ്റാൻഡേർഡ് ഭയങ്കര ടഫാണെന്നുള്ളത്. പക്ഷേ 2-3 വർഷമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ലെവലിൽ. പല എക്സാമുകളിലും മാത്തമാറ്റിക്സ് ബേസിക് ആയിരുന്നു ടഫായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എളുപ്പമാകും, മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മാത്തമാറ്റിക്സ് ബേസിക് എടുക്കേണ്ട. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ഓൾറെഡി 10th കംപ്ലീറ്റ് ചെയ്തവർ, ഓൾറെഡി 10th കംപ്ലീറ്റ് ചെയ്ത് മാത്തമാറ്റിക്സ് ബേസിക് എടുത്ത ആളുകളുണ്ടെങ്കിൽ ഇനി ഈ പറയുന്ന എന്തെങ്കിലും റീസൺസ് കൊണ്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് തന്നെ വേണം, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ് സിലബസ് സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കണം, അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാം, CBSEയുടെ ഇംപ്രൂവ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഏപ്രിൽ മെയിൽ വരും. ആ സമയത്ത് മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് പേപ്പർ ഒന്നും കൂടെ പഠിച്ച് പാസ്സായാൽ കേരള സിലബസിലേക്കുള്ള അഡ്മിഷൻ പോസിബിൾ ആണ്. ഇനി കുറച്ച് സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്, ഓൺലൈൻ പഠിക്കണോ +2 നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആണോ നല്ലത്? അതെ, ആ ഡൗട്ട് GCC പാരൻസിൽ വരാനുള്ള ഒരു കാരണം പലപ്പോഴും ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഓൺലൈൻ പ്രോഗ്രാമിന് പല സമയത്തും GCCയിലെ ഓഫ്ലൈൻ പ്രോഗ്രാമുകളെക്കാൾ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടാകും, കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഓൺലൈൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ XNYക്ക് തന്നെ +1 എൻ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് GCC സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലെൻഡ് ഓൺലൈൻ ബാച്ചുകളുണ്ട്. അതിലേക്കുള്ള അഡ്മിഷൻസ് നടന്ന പേപ്പറിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട ആളുകൾക്കൊക്കെ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമുകൾ എഴുതിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഓൺലൈൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള ഒരു സ്പീഡിൽ ഇരുന്ന് പഠിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഓൺലൈനിൽ നല്ലൊരു പ്രോഗ്രാം ചൂസ് ചെയ്താലും ഒരു പ്രശ്നമില്ല. നന്നായിട്ട് പഠിച്ച് നമ്മുടെ ഈ വർഷം ആകെ 100 പേര് മാത്രം പഠിച്ച ഒരു ഓൺലൈൻ ബാച്ച് +2 ബാച്ച് +2ൻ്റെ കൂടെ റെഗുലർ സ്കൂളിൻ്റെ കൂടെ XNYൻ്റെ ഓൺലൈൻ ബാച്ചിൽ പഠിച്ച കുട്ടികൾ എക്സാം എഴുതി നല്ല റിസൾട്ട് ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും പോസിബിളാണ്. ഇനി അതല്ല, നമുക്ക് കംപ്ലീറ്റ്ലി ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരാളാണ്, ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു സമയം കിട്ടിയ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സമയം വേസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്, എപ്പോഴും ആ ഒരു എൻവയോൺമെൻറ്റ് മസ്റ്റ് ആണെന്ന് പറയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റഡ് പോലുള്ള ഹോസ്റ്റൽ അടക്കമുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് 2 കോഴ്സിലും റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പ്രൂഫ് ഇത്തവണ XNY യൂണിവേഴ്സൽ ഓൺലൈൻ ബാച്ചുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഗൾഫിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ 10th ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ JEE ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കാം. ഏപ്രിൽ 6 നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം, ഫൈനൽ ഓൺലൈൻ സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല സ്കോളർഷിപ്പോട് കൂടി ഞങ്ങളുടെ ഓൺലൈൻ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി കുട്ടികൾക്കുള്ള വേറൊരു ഡൗട്ടാണ്, കേരള സിലബസ് ആണോ CBSE ആണോ നമ്മൾ ആഫ്റ്റർ 10th എടുക്കേണ്ടത്? യെസ്, GCCയിലാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും CBSE തന്നെയാണ് ചൂസ് ചെയ്യുക. കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്കൂളുകൾക്കനുസരിച്ച് CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസ് രണ്ടും നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് നിർബന്ധമാണ് കേരള സിലബസിൽ അഡ്മിഷൻ കിട്ടാൻ, സയൻസിൽ അഡ്മിഷൻ കിട്ടാൻ.
ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു JEE നീറ്റ് CUET എക്സാമുകളുടെയൊക്കെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ 2 സിലബസിലേക്കാൾ ആക്ച്വലി മുകളിലാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാമിന് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരാൾ പലപ്പോഴും സിലബസ് ആ കുട്ടിക്ക് എന്തല്ല ഒരു പ്രശ്നമേ അല്ല. എല്ലാ സിലബസിലും കേരള സിലബസ് ആണെങ്കിലും CBSE എടുത്താലും JEE ആണെങ്കിലും നീറ്റ് ആണെങ്കിലും ഒക്കെ NCERTയുടെ +1 +2 ആണ് എല്ലാത്തിൻ്റെയും സിലബസ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാവരുടെയും സിലബസ് ഒന്നാണ്. എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ മാത്രമേ എന്തുള്ളൂ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ JEE ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് CBSEയുടെ ബോർഡ് എക്സാം ആയാലും കേരള സിലബസിൻ്റെ ബോർഡ് എക്സാം ആയാലും ഒക്കെ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും, നല്ല മാർക്കും വാങ്ങാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ആൻഡ് കേരള സിലബസ് തിരഞ്ഞെടുത്താൽ ഒന്നുകൂടെ നമ്മുടെ പബ്ലിക് എക്സാമുകൾ ഈസി ആകും. അപ്പോൾ ആ ഒരു തലവേദന നമുക്ക് കുറയുന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CBSEയുടെ പബ്ലിക് എക്സാമുകൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒന്നും കൂടെ സീരിയസ് ആയിട്ട് എഫേർട്ട് ഇടുകയും വേണ്ടി വരും. പിന്നെ ഓവറോൾ ഡിഫറൻസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CBSEയിൽ 5 സബ്ജക്റ്റേ ഉള്ളൂ, കേരള സിലബസിൽ 6 സബ്ജക്റ്റ് ഉണ്ട്. ഒരു സെക്കൻഡ് ലാംഗ്വേജ് എക്സ്ട്രാ പഠിക്കണം. +1ലും +2ലും ആനുവൽ ബോർഡ് എക്സാമുകൾ, പബ്ലിക് എക്സാമുകൾ കേരള സിലബസിലുണ്ട്. CBSEയിൽ +2ൽ മാത്രമേ പബ്ലിക് എക്സാം ഉള്ളൂ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസുകൾ. അപ്പോൾ നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ബിക്കോസ് നിങ്ങൾ JEE ലെവലിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ബോർഡ് എക്സാമിൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ കഴിയും, നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് തീരുമാനിക്കുക. ഇനി അതല്ല നിങ്ങൾ സ്കൂൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പർ ഓഫ് സബ്ജക്റ്റുകൾ, ബോർഡ് എക്സാമിൻ്റെ എണ്ണം, എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, തീരുമാനമെടുക്കാം. ഇനി ആഫ്റ്റർ +2 അവർ നാട്ടിൽ വന്ന് പഠിക്കുകയാണെങ്കിലും ആഫ്റ്റർ +2 അവർ ഇന്ത്യയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ അബ്രോഡിൽ പോയി സ്റ്റഡി ചെയ്യണോ? ഒരുപാട് GCCയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് പുറത്തേക്ക് ഹയർ എഡ്യൂക്കേഷൻ പോകാമെന്നുള്ളതാണ്. ഇപ്പോഴും കുറച്ച് ആളുകളാണ് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 10 സ്റ്റാർട്ട് ചെയ്യുന്നവരാവട്ടെ, 10 കംപ്ലീറ്റ് ചെയ്യുന്നവരാവട്ടെ, +2 കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു സമയമാണ്. അല്ലാതെ +2 കഴിഞ്ഞിട്ടല്ല നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ വിദേശത്തേക്ക് നമുക്ക് ഒരുപാട് ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് പോലുള്ള പ്രോഗ്രാമുകളിലൂടെ ലോണൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ആർക്കും അഡ്മിഷൻ കിട്ടാവുന്ന ഒരുപാട് കോളേജുകൾ ലോകത്ത് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കണം. ആൻഡ് നമ്മൾ അവിടെ കൊടുക്കുന്ന ഫീസും കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോളേജുകൾക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നിലവാരം കുറവായിരിക്കും. എപ്പോഴും ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനും ഉള്ള സ്ഥാപനങ്ങളായിരിക്കും വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാവുന്നത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ആ കോളേജിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമേ നമ്മൾ പുറത്തേക്കൊക്കെ പോകാൻ പാടുള്ളൂ. ആൻഡ് പൊതുവെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിലെ നല്ല യൂണിവേഴ്സിറ്റീസിലെ പ്രോഗ്രാമുകളൊക്കെ തന്നെ ഹൈലി എക്സ്പെൻസീവാണ്. USA ആവട്ടെ, യൂറോപ്പ് ആവട്ടെ, അവിടെയൊക്കെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ പലപ്പോഴും ഒരു കോഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ 1 കോടിയോ അതിന് മുകളിലോ ഒക്കെ തന്നെ ചിലവ് വരും. പിന്നെ നമ്മൾ ഈ കാണുന്ന പോലെ അത്രയും സ്കോളർഷിപ്പുകളൊക്കെ വിരലിലുണ്ടാവുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ, ആക്ച്വലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു UG ചെയ്യാൻ ഇന്ത്യൻ പാരൻസിൻ്റെ മക്കൾക്ക് എപ്പോഴും സേഫർ ആയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ബെസ്റ്റ് കോളേജുകളാണ്. അതിൽ എഞ്ചിനീയറിംഗ് സൈഡിൽ IITകൾ, NITകൾ, IIITകൾ ഉണ്ട്. ഇനി അതല്ല ജനറൽ ആയിട്ടുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് CUET, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ എയിംസും ജിപ്മറും തുടങ്ങി അനവധി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ എയിം ചെയ്തുകൊണ്ട് UG ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് PGക്ക് നമ്മൾ ഒന്നും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമുക്ക് ഒരു 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ഇന്ത്യയിൽ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല പ്രൊഫസേഴ്സുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ഓൾസോ വിദേശത്തൊക്കെ പഠിക്കുന്ന അലുമിനൈസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ഥാപനങ്ങളിൽ വിത്ത് സ്കോളർഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേ ബി MTechനോ അല്ലെങ്കിൽ PhDക്കോ ഒക്കെ വിദേശത്തേക്ക് പോകാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അപ്പോൾ അതാണ് കുറച്ചുകൂടി സേഫർ ആയിട്ടുള്ള ഓപ്ഷൻ. മറ്റതും ആലോചിക്കാവുന്നതാണ്. നമ്മൾ പ്രീവിയസ്ലി അവിടെ പോയ ആളുകളുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് +2 കഴിഞ്ഞിട്ട് തന്നെ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അതിൽ ഒരുപാട് ഫൈനാൻഷ്യലി ആൻഡ് മറ്റ് റിസ്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു +2 കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണ്, അതാണ് നമ്പർ 1 ക്വസ്റ്റ്യൻ. GCCയിൽ 10th പഠിക്കുന്ന 10th കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് +2 കഴിഞ്ഞ് നിങ്ങളുടെ ഒരു പ്ലാൻ എന്താണ്? ഇന്ത്യയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി CBSE ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈവൻ കേരള സിലബസ് ബേസ്ഡ് ആയിട്ട് കൊണ്ട് തന്നെ പ്ലസ് അതിൻ്റെ കൂടെ എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു 2 വർഷത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പഠനം നിർബന്ധമാണ്. അത് നിങ്ങൾക്ക് അവിടെ തന്നെ പഠിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. അതിന് നമ്മുടെ തന്നെ ഓൺലൈൻ ബാച്ചുകളുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് കേരളത്തിൽ വന്ന് ഇവിടുത്തെ കുട്ടികളുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് പഠിക്കാനാണ് ആഗ്രഹം, വിത്ത് ഹോസ്റ്റൽ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ XNY യൂണിവേഴ്സൽ കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസും ലിമിറ്റഡ് സീറ്റുകൾ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ഈ എല്ലാ ബാച്ചുകളിലേക്കുമുള്ള നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം, അവസാനത്തെ സ്കോളർഷിപ്പ് എക്സാം XIQ 3.0 ഏപ്രിൽ 6-ന് ഓൺലൈനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ ലിങ്കും ഡീറ്റെയിൽസും താഴെ കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത വർഷം 10th സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ 10th ബാച്ചുകൾ ഈ വീക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യ ബാച്ചുകളിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 10th JEE NEET ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്.
സോ നിങ്ങൾ 10th സ്റ്റാർട്ട് ചെയ്യുന്നവരാവട്ടെ 10th കഴിയുന്നവരാവട്ടെ എക്സാൻവൈൻ്റെ ബാച്ചുകളും ക്ലാസ്സുകളും ഈ മാസവും അടുത്ത വീക്കുകളൊക്കെ ആയിട്ട് തുടങ്ങുകയാണ്. ഡീറ്റെയിൽസ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷിക്കുക. താല്പര്യമുള്ള ആളുകൾക്ക് ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. നമ്പറുകൾ താഴെ കൊടുക്കുന്നുണ്ട്. ഏപ്രിൽ 6 XIQ 3.0 എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും താഴെ അവൈലബിൾ ആണ്. ഓൺലൈൻ ആയിക്കൊണ്ട് എക്സാം എഴുതാം. സ്കോളർഷിപ്പ് ഡീറ്റെയിൽസും അഡ്മിഷൻ ഫീ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളെ നേരിട്ട് അറിയിക്കുന്നതാണ്.